നീ എവിടെ പണ്ടൊക്കെ ഞാനേ ഒരു കൊച്ചിനെ ഇവരെന്താ ഇവിടെ തുടങ്ങി അസുഖം തുടങ്ങി മരം വെച്ച് കുളിക്കുകയാണ് ഈ മരത്തിനെ വാടാ ഇവനാണ് കേട്ടത്. കൂട്ടുകാരെ ഞാൻ മുല്ലാനില്ല, വലിയ ഡോണാണെന്ന് വിചാരം. ഇവനാണ് ആദിത്യം. പിള്ളേർ ഇവന്റെ ബെഡായിന്ന് വിളിക്കും. ആളൊരു തള്ളൻ വിധത്തനാ കേട്ടോ. ഇവനാണ് അരുൺ ചന്ദ്ര. കൂട്ടുകാരനെ ദുരന്തം എന്ന് വിളിക്കും. മണ്ടത്തരം മുട്ടത്തരം പറയണം അവന്റെ. ഇവനാണ് അഭിഷേക്. പിള്ളേരിവനെ കോരാനെ വിളിക്കും. വളരെ തന്നെ ഉടായ്പിന്റെ ആശാന. ഫുൾ ടൈം അലമ്പ ക്ലാസ്സിൽ പിള്ളേരെ പോലെ കളിച്ചുകൊണ്ടേയിരിക്കും. ഫുൾ ടൈം ഉടായ്പും അലമ്പും കളിച്ചു നോക്കാൻ ചേക്കണം. നിങ്ങളുടെ വെള്ളം തോർക്കറാ നേരെ വെള്ളം തോർത്ത് കഴുകു നന്നായി കഴുകു നന്നായി കാക്കട്ടെ വൃത്തിയാക്കി. பசுமை காணல காற்று கூட அடிக்கல തോന്നി വെറുതാ ആരും വന്നില്ല. നല്ല ഇടിപോട്ടില് മഴയായിരുന്നു. എന്നെ വീട്ടിലാണ്. എനിക്കൊന്നും നല്ല വയ്യാണ്ടല്ലോ. എന്റെ വീട്ടിൽ ബിരുന്നൊക്കെ വന്നടാ. വീട്ടിലോട്ട് പേടിച്ചു പറ പോയിട്ട് എന്താ കള്ളക്കോരെ കാര്യം പറഞ്ഞാ വിശ്വസിക്കില്ല. ശരി, എന്താ ഇനി അടുത്ത പ്ലാൻ? നമ്മള് സ്പോട്ടിഫൈ ഇരിക്കുക. പിന്നെ പൈസ കുറച്ച് ആവശ്യമുണ്ടോ? നമ്മുടെ സ്പോട്ടിൽ പോയി നമുക്ക് ആലോചിക്കാം. കുറച്ച് നിറയെ പൈസ കിട്ടിയ ജോലി അടിച്ചിട്ട് പൈസ കണ്ടേ നമ്മളങ്ങനെ പൈസ ഉണ്ടാക്കുക. ഞാൻ ആട്ടന്മാരെ കണ്ട അതിന് അടയ്ക്കാൻ സിനിമയ്ക്ക് പോകുന്നുണ്ട്, അടയ്ക്കാനൊക്കെ ഫോണും വേണ്ട. നമ്മളും ഉണ്ട്, നമ്മുടെ ഫോൺ വേണ്ട. എവിടെ നിന്നാ നീ ഫോൺ എടുക്കണേ? പേടിച്ചു അടിച്ചു പോടാ. നമ്മുടെ ഫോൺ നോക്കണ സ്റ്റാച്ച് വന്ന് പൊട്ടിയിട്ട് ഫോണ് കണ്ടാ മതി. നമുക്ക് എങ്ങനെ പൈസ കിട്ടിയാലേ അത് ഞാൻ ഫോൺ എടുക്കാട്ടാ. എന്താ മകന്റെ പൂതി? നോക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ സ്പോട്ടിൽ പോയി നോക്കാം. കുനി
എച്ചിണ്ടാള് ഒന്ന് നോക്കണ സിബുണ്ടല്ലേ പൈസ നോക്കണ പൈസ. നമുക്ക് ഈ പൈസ എന്ത് ചെയ്യണം? പിന്നെ നമുക്ക് പൈസ നമുക്ക് എടുക്കാം. ഇതൊക്കെ ആരെന്റെ പൈസ വെക്കണം. നമുക്ക് എന്തിനാണ് ഈ പൈസ? നീ വലിയ സജീവൊന്നും അല്ലാട്ടോ. നമുക്ക് എല്ലാരും കൂടി പിരിച്ചെടുക്കറാ. നമുക്ക് അടിച്ചു കൊടുക്കാം. കറക്റ്റ് 3000 രൂപയുണ്ട്. എല്ലാരും സിനിമയ്ക്കൊക്കെ പോയി നമുക്ക് ജോലി അടിച്ചു പൊളിക്കാന്നോ നമുക്ക് വാടാ. നമുക്ക് ഈ പൈസക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഇപ്പോൾ ഒളിപ്പിച്ചേക്കാം. എന്നിട്ട് വന്നിട്ട് പ്ലാൻ ഇടാം. നമ്മള് 4 പേരല്ലാണ്ട് ഒരു 5ാമത്തെ ആള് അറിയാൻ പാടില്ല. എന്നാ വെച്ചാ കൈ വെക്കറ. എന്താ ദുരന്തം വെക്കറ. ഈ സ്ഥലത്ത് വാണ്ടറാ. എന്താ ഇങ്ങനെ പറഞ്ഞാലും മനസ്സിലാവും. കുറച്ച് എന്തെങ്കിലും അന്വേഷിച്ച് മൂടിയപ്പോ ജീവിതം പറ്റില്ല. വില അവിടെ ഇതൊക്കെ എടുത്തോ വന്നിട്ട് ബാക്കിയാണ്. പൈസ എന്ത് ചെയ്യും? അതൊക്കെ നമുക്ക് നാളെ റെഡിയാക്കറാ. അർജുനേട്ടാ നീ പറഞ്ഞൊരു ഫോൺ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നടന്നോ? ഫോണാ പോയി. എത്രയാണ്? സെക്കൻഡ് ഹാൻഡ് ആണ്. 6 രൂപയാണ്. നിനക്ക് വേണമെങ്കിൽ 5 തരാം. ഇപ്പൊ 2 ഉള്ളൂ. ഒരു 3 കൂടി അങ്ങനെ റെഡിയാക്കാൻ നോക്ക്. ഒരു 3 ഉണ്ട്. പക്ഷെ ചെറിയ സെക്കൻഡ് പിള്ളേന്റെ സംഭവം കിട്ടുമോ നോക്ക്. ഒന്നും കൂടി അന്വേഷിച്ച് നോക്ക്. നോക്കി നല്ല ഫോണാ 4G. നോക്കി നാളെ പറയാം. ശരി റെഡിയാക്കാൻ നോക്ക്. ശരി നമ്മള് ദുരന്തം ഓർറ. അവൻ തണുപ്പനാണ്ട്. അവൻ മെല്ലെ കുളിച്ച് കഴിഞ്ഞിട്ടൊക്കെ വരുന്നു. ഇതറാ വരുന്നു ദുരന്തം. വാടാ അപ്പ. ഇന്നലെ കണ്ടാണ്ടത്. എനിക്കറിയാം. ഫോണിന്റെ കാര്യമൊക്കെ പറയണ്ടായിരുന്നു. പുതിയ സെറ്റ് എടുക്കാൻ പോവാ 4G. നമുക്ക് കോളായില്ലേ? അങ്ങനൊന്നുമില്ല. അച്ഛൻ അറിയുന്ന ആളാണ്. അപ്പൊ വില കുറച്ച് എത്ര പറഞ്ഞു? എത്രയാന്ന് പറയില്ല. 3 4 കണ്ടിട്ട് ജാട പോലെ തോന്നി. നമ്മുടെ ഇന്നത്തെ പൈസ എന്താ ഉണ്ടാവും? അതൊക്കെ മഴ പെയ്തല്ലേ. ചെലപ്പോ നഞ്ഞിണ്ടാവോളോ. ഞാൻ വാട പോയി നോക്കാം. പൈസ ഇല്ലാന്നോ? എവിടെയല്ലേ വെച്ച്? ഇവിടെ ഞാൻ വെച്ച് നീലല്ലേ ഒന്നൊരു വെച്ചത്. നമ്മള് വെച്ച് നിങ്ങൾ കണ്ടില്ലേ? നിന്നെ കൊണ്ട് ഞാൻ ഇവിടെ വെക്കണ്ട പറഞ്ഞില്ലേ? നമ്മൾ ആരും പറ്റില്ല നിനക്കറിയില്ലേ? വെറുതെ ദുരന്തം പറയുന്നു. ഇതന്നെ കാരണം. വെറുതെ നിന്നെ കൊണ്ട് ഞാൻ വെക്കണ്ട പറഞ്ഞാടാ. സിനിമക്ക് പോണ അടിച്ചു പൊളിക്കണം എല്ലാം തോന്നിച്ചു നശിപ്പിച്ചു. ഞങ്ങളുടെ സ്വപ്നങ്ങളെ താർത്തിട്ട് ഞാൻ നിന്നെ നീ കണ്ടില്ലത്. പ്രശ്നമൊന്നും വേണ്ട. അപ്പോഴേക്കും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വരുന്നെങ്കിൽ പൈസ പോയാലും കുഴപ്പമില്ല. അത് നമുക്ക് പറ്റിയ പണിയല്ലറാ. നമ്മൾ പൈസക്ക് വേണ്ടി അതേ നമ്മൾ തല്ലുകൂടി. ഞാൻ കണ്ടിരുന്ന മുമ്പ് ഞാൻ വെച്ച്. ശരി നിങ്ങൾ വേണ്ട കൈ കൊടുത്തു. ഫ്രണ്ട്സാവും നമുക്ക് വെറുതെ പൈസക്ക് വേണ്ടി പ്രശ്നം ഉണ്ടാക്കണ്ട. ഞാൻ കുറച്ച് എനിക്ക് ഫോൺ എടുക്കാൻ പോട്ടെ. സമയം ഞങ്ങൾ കൂടെ വരണം. അല്ല അച്ഛനുണ്ട്. വന്നിട്ട് നമുക്ക് ബാക്കിയാണ്. നമ്മുടെ ദുരന്തത്തിനെ കാണാനില്ലല്ലോ. ഞാൻ ഇപ്പൊ വരാൻ വേണ്ടി പോയതാണ്. ഫോണും കൊണ്ട് വരാൻ വേണ്ടി കാണാനേ ഇല്ല. നമുക്ക് അവന്റെ വീട്ടിൽ പോയി നോക്കിയല്ലോ.
അരുണേ ദുരന്തം അരുണേ 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 മാറിനൊക്കെ പൂട്ടിയിട്ടിരിക്കുന്ന ഇല്ല നമുക്ക് പോവാ നമ്മളെ കളഞ്ഞ പോയി പേഴ്സ് പൈസ നോക്ക് പൈസ നമുക്ക് മുഖ്യം ചില്ലി പൈസ എന്താണ് ഞാൻ പറഞ്ഞ ഫോൺ കേട്ടോ 4G ആണ് കുഴപ്പമില്ല പുതിയ സെറ്റാണ് കുറെ പിള്ളേർ ചോദിച്ചു പക്ഷെ ഞാൻ നിനക്കായതുകൊണ്ട് തന്ന പൈസയൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞ അതേ റേറ്റ് കുറയ്ക്കാൻ പറ്റില്ല അത് എന്താ ഇതിലും കുറയ്ക്കാൻ 5 പറഞ്ഞില്ലേ ശരി എവിടെ നിന്ന് റെഡി പിള്ളേരുടെ സീനൊന്നുമില്ലല്ലോ ഉണ്ടോ അപ്പൊ തപ്പിയിട്ടൊക്കെ ഭയങ്കരമായിട്ട് വന്നാണ് ഭയങ്കര വന്നാണ് സംഭവം ശരി കുഴപ്പമില്ല നീ ഫോൺ ശരി കേട്ടോ ശരി ഞാൻ ദുരന്തം വരുന്നുണ്ട് കേട്ടോ ഒന്നും അറിയാത്ത മാതിരി ഇരിക്കട്ടാ എത്രയായി 5000 അങ്ങനെ ഉണ്ടാക്കി അച്ഛൻ മാത്രം പൈസ കൊടുത്തു അറിയാലോ നീ ആരും ഈ പേഴ്സ് വന്നില്ല നമ്മുടെ ബസ്സില്ല പൈസ നീ അറിയാത്ത പോലെ ഒന്നും അഭിനയിക്കണം ഞങ്ങൾക്ക് ഇത്ര തല്ലുകൊണ്ട് നീ തിരിഞ്ഞു നോക്കാണ്ട് പോയില്ലേ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഇത്രയും കൂട്ടുകാരനെ എന്ത് ചെയ്യും പൈസക്ക് ആ പൈസ എടുക്കണ അത് സീനാവോ പൈസ ഇല്ല എടുക്ക ഫോണാ വലുത് പൈസ ശരിക്കും ഇത്തിരി കംപ്ലൈന്റുള്ള ഫോണാണ് 3000 രൂപയ്ക്ക് എനിക്ക് കിട്ടിയത് ഞാൻ 2000 അഡീഷണൽ അവന്റെ 5000 കൊടുത്തു എനിക്ക് കുറച്ചും കൂടെ അവന്റെ ഡിസ്കൗണ്ട് ഇല്ലേ ഇല്ല 2000 രൂപ നമ്മൾ എന്താടാ എന്താ പിന്നെ ഫോൺ വേണ്ട പൈസ അയ്യോ ഇതാക്ക് ചെലവായി പോയിരുന്നു ഫോൺ വേണ്ട പൈസ അതൊന്നും വേണ്ടല്ല നീ അങ്ങനെ പിള്ളേരെ മനസ്സിലാക്ക് ഞങ്ങൾ എന്ത് പറയുന്നു പൈസ തരാല്ലോ ഫോൺ കൊടുത്ത പിന്നെ ഞങ്ങൾക്ക് ഫോണിനോട് ബന്ധമില്ല പൈസ ഇല്ലടോ ഞാൻ അങ്ങനെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വാങ്ങാൻ സാധനം വാങ്ങും ഇല്ല 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 നീ വീട്ടിൽ പൈസ എനിക്ക് പറഞ്ഞ മനസ്സിലാവില്ല എനിക്ക് പറഞ്ഞ മനസ്സിലാവില്ല
നിന്നെ ആര് നിന്നെ തല്ലിയത് അവനപ്പോ ഞാൻ നടക്കണ്ട പറഞ്ഞല്ലേ ശരി നീ മോൻ നീ വാ. തലി പൊളിക്കാൻ കൊടികയർന്ന പൂരമായി പൊടി പറത്തിയൊരോളമായി ചുടയുടെ പെരും പണമെടുത്തൊരു ചെറുപടയുടെ വരവിത സകിലടിച്ചൊരു മുകിലപാടി നഗര മുകളിൽ പങ്കിടന്നു കുരവയായി കുഴലുമായി കൊടുമുടി കൊടുക്കരുളും ഫ്രണ്ട്സിലൂടെ ഞങ്ങളുടെ ഞങ്ങൾ ഒറ്റ കുടുംബത്തിൽ ജനിച്ച പോലെയാണ്ടാ ഞങ്ങള് പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങൾ തീർക്കും നിങ്ങൾ തീർക്കാൻ വരണേട്ടാ ഞങ്ങളെ അടിച്ചാണ്ടല്ലോ തല്ലാണ് പൈസ എടുത്തോ എന്നാ കൈൻ്റെ അടി എങ്ങനെ എടുത്തു അർജുൻ നിലത്ത് നടന്ന എടുത്തു നിങ്ങൾക്ക് പൈസ അല്ലേ അവിടെ ബുക്കാശത്ത് ക്യാമ്പിന്റെ ഇത് വന്നിട്ടുണ്ട് നമുക്ക് അതിൽ കൊണ്ടുപോയിടാം ക്യാമ്പ് ആ നല്ല കാര്യം ഇടും ആദ്യമേ പറഞ്ഞില്ലേ ആരെങ്കിലും ഒരു കട്ടിന്റെ മോട്ടോ അല്ല നല്ല പൈസ ഇല്ലാത്ത അതിനും വേറെ മാർഗങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനും നമ്മുടെ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കണം നീ ചെയ്ത് തെറ്റാണ് ഞാൻ ചെയ്യില്ല തെറ്റാണ്